നമ്മുടെ കുറച്ച് ദിവസമായി ക്ലാസ് എടുക്കാത്തത് മനഃപൂർവ്വമെല്ലാം നല്ല മതി എന്ന് വെച്ചിട്ടാണ്. തിരക്കാക്കിയിട്ട് കാര്യമില്ല, എന്തായാലും തീരാനായിപ്പോയല്ലോ. നമ്മൾ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിൽ ഓർഗാനോമെറ്റാലിക്കിൻ്റെ പേപ്പറിലെ മൂന്നാമത്തെ യൂണിറ്റ് 3 ആണ് നമുക്കിന് പറയാനുള്ളത്. 1ഉം 2ഉം കഴിഞ്ഞ് 3ൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചതും ഇപ്പം തന്നെ ഈ സെമ്മിൽ തന്നെ പഠിച്ച ചില കാര്യങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്. നോക്കി സിലബസ് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് യൂണിറ്റ് പറഞ്ഞ കുറേ കാര്യങ്ങൾ 3rd യൂണിറ്റിൽ വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പല കാര്യങ്ങളും 3rd സെമ്മിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണെന്നുള്ള കാര്യം ഒന്നാമത്. 4th സെമ്മിൽ സിലബസ് തന്നെ റിപ്പീറ്റേഷൻ വന്ന കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ 3rd യൂണിറ്റിൻ്റെ സെക്ഷൻസ് വളരെ കുറച്ചുണ്ട്, ഞാൻ വായിക്കാം. ജനറൽ ആസ്പെക്ട്സ് ഓഫ് സിന്തസിസ്, റിയാക്ടിവിറ്റി ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് മെയിൻ ഗ്രൂപ്പ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. മെയിൻ ഗ്രൂപ്പ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിനെ പറ്റി നമ്മൾ ജനറലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു നോട്ട് തന്നിട്ടുണ്ട് ഗവൺമെൻറ് ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ. അതിനേക്കാൾ വലിയ കൂടുതലൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, കുഴപ്പമില്ല. അവിടെ പിന്നെ നമുക്കതിന് എന്തെങ്കിലും അഡീഷൻസ് കൊടുക്കാവുന്നേ ഉള്ളൂ, വലിയ കാര്യമില്ല, അത് തന്നെ മതി മിക്കവാറും. പിന്നെ മെറ്റൽ കോംപ്ലക്സസ് ഓഫ് വിശാലമായിട്ട് കഴിഞ്ഞ സമയത്ത് പഠിക്കുകയാണ്. NO മെറ്റൽ കോംപ്ലക്സസ് ഓഫ് H2, CS, RNC and phosphates. Metal complexes of NO, hydrogen, carbon monosulfide, RNC, alkyl isocyanide and phosphates. പിന്നെ മെറ്റൽ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട്, അത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞാണ്. മെറ്റൽ കാർബീൻസ് ആൻഡ് കാർബൈഡ്സ്, മെറ്റൽ കാർബീൻസ് ആൻഡ് കാർബൈഡ്സ്. അതിന് കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ബ്രിഡ്ജിങ് കാർബീൻസ് ആൻഡ് കാർബൈഡ്സ്, നമ്മൾ നേരത്തെ പറയാത്തൊരു കാര്യമാണ്. ബ്രിഡ്ജിങ് കാർബീൻസ് ആൻഡ് കാർബൈഡ്സ്. പിന്നെ ഹെറ്ററോസൈക്ലിക് കാർബീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒഴിവാക്കിയാണ്. ഈ ഫിഷർ കാർബീൻസും ഷോക്ക് കാർബീൻസും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് അറിയില്ല, 3rd സെമ്മിൽ വിശാലമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ നോട്ട് നോട്ടിലുണ്ട്. ഹെറ്ററോസൈക്ലിക് കാർബീൻസ് കൂട്ടത്തിൽ നമ്മളങ്ങ് പറയാത്തതാണ്. പിന്നെ മൾട്ടിപ്പിൾ ബോണ്ട്സ് ടു ഹെറ്ററോ ആറ്റംസ്. ഈ 1-2 പോയിന്റ്സ് മാത്രം നമുക്ക് കൂടുതലായിട്ട് യൂണിറ്റ് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ അതില് പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞ് സിന്തസിസ്, സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് മെയിൻ ഗ്രൂപ്പ് ഓർഗാനോമെറ്റാലിക്, അലൂമിനിയത്തിന്റെയും അല്ലെങ്കിൽ എന്താണ് ടിന്നിന്റെയും അല്ലെങ്കിൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, മെഗ്നീഷ്യം, ഇതൊക്കെ അതിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ യൂണിറ്റിൽ തന്നെ പഠിച്ച കാര്യങ്ങളാണ്, നിങ്ങൾക്ക് നോട്ട് പാസ് ചെയ്ത കാര്യമാണ്. ഞങ്ങൾ കുറച്ചും കൂടെ എന്താ വേണമെങ്കിൽ പറയാം. പിന്നെ പ്രധാനമായിട്ടുള്ളത് മെറ്റൽ കോംപ്ലക്സ് ഓഫ് NO, ഹൈഡ്രജൻ, CS, ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് രണ്ടും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ 3 നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ളതാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. NO കോംപ്ലക്സസ് ആൻഡ് ഹൈഡ്രജൻ കോംപ്ലക്സസ് നമ്മൾ 3rd സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് തന്ന നോട്ടിലുണ്ട്. NO കോംപ്ലക്സസിന്റെയും H2 കോംപ്ലക്സസിന്റെയും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ബോണ്ടിങ്ങും അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ മറ്റു സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഓർമ്മ ഉണ്ടാവും. NO കോംപ്ലക്സസിന്റെ പ്രത്യേകത മെറ്റൽ നൈട്രോസിൽസ്. NO കോംപ്ലക്സസ് are usually, for example, Cr, ഇതുപോലെയുള്ള കോംപ്ലക്സസ്, that is homoleptic complexes. NO മാത്രമുള്ളത്. കൂടുതൽ NO കോംപ്ലക്സസും എന്താണ് ഇതുപോലത്തെ കോംപ്ലക്സസ് ആണ്. അതായത് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ് മിക്കവാറും മിക്സ്ഡ് കാർബോണിൽ നൈട്രോസിൽസ് ആണ് കൂടുതൽ കാണുന്നത്. നൈട്രോസിൽ, മെറ്റൽ നൈട്രോസിൽസിന്റെ പ്രത്യേകത നമ്മൾ അന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. NO can bond to a metal, can act as a ligand in 2 different ways. ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല, നമ്മൾ പഴയതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് മാത്രമാണ്. 2 വ്യത്യസ്ത വിധത്തിൽ NO ഫസ്റ്റ് ഓഫ് ഓൾ NO has 7 + 8 is equal to 15 electrons. It is a odd electron species, and we can see that in forming complexes NO will usually, എന്നതിന്റെ പ്രത്യേകത ഈ 15ാമത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഒരു ആന്റി ബോണ്ടിങ് ഓർബിറ്റലാണ്. നമ്മൾ കാർബൺ മോണോക്സൈഡിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്. അതിന്റെ കൂടെ ഒരെണ്ണം കാർബൺ മോണോക്സൈഡ് ഓർബിറ്റൽ σ2s σ2s അവസാനം π 2px 2py കഴിഞ്ഞിട്ട് അടുത്ത π star 2px 2py ലാണ് ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നത്. ആരുടെ NO ഉണ്ട്. കാരണം NOന് CO-നേക്കാളും ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട്. ഇവിടെ ഇന്നാൾ കഴിഞ്ഞ ക്ലാസ് ഉണ്ട് 1 sigma 2 sigma
1 pi 2 pi കണ്ടോർമ്മ. ഇതിൽ അവസാനം വരുന്ന 2 pi വരെയുള്ള ഇലക്ട്രോൺ 4 6 8 8 14 ഇലക്ട്രോൺ വെച്ചിട്ട് 15ാമത്തെ ഇലക്ട്രോൺ വരുന്നത് മനസ്സിലാണ് ഇതൊക്കെ പറഞ്ഞത്. 1 സിഗ്മ ഇവിടെ നേരത്തെ എസിലെ സിഗ്മ 1 സിഗ്മ സർക്യൂസിലെ 4 ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 4 12 3 സിഗ്മ ഉണ്ട് 12 14. ഈ 14 ഇലക്ട്രോൺ കാർബൺ മോണോക്സൈഡിൻ്റെത്. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ഇലക്ട്രോൺ ആരാണ്? പൈ സ്റ്റാർ ഓർബിറ്റിലായിരിക്കുന്നത്. ഇത് നമ്മൾ വിശാലമായിട്ട് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ എടുത്തൊക്കെ മനസ്സിലാവും. സോ ഇൻ ദി NO molecule the last electron is placed in the antibonding orbital and the bond order in NO is actually 2.5 and bond order. And if that lone electron present in the antibonding orbital is removed, it will become more stable and it will become NO plus with a bond order of 3, which is isoelectronic with a carbon monoxide. So, നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാർബൺ മോണോക്സൈഡ് പോലെ തന്നെയായി മാറും. കാരണം കാർബൺ മോണോക്സൈഡിനെക്കാളും ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട് NOയിൽ. ആ കൂടുതൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് എവിടെയാണ്? ആന്റിബോണ്ടിങ് ഓർബിറ്റിലാണ്, പൈ സ്റ്റാർ ഓർബിറ്റിലാണ്. അപ്പോൾ ആ ഇലക്ട്രോൺ if it is removed somehow, if the molecule has a chance to lose that electron, yes, it will become NO plus with a bond order of 3, nitrogen NO plus with a bond order of 3, which is isoelectronic with carbon. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 14 ഇലക്ട്രോൺ ആവും. 14 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് പോലെയോ നൈട്രജൻ മോളിക്യൂൾ പോലെയോ തന്നെയുള്ള ഒരു സ്റ്റേബിൾ മോളിക്യൂളാണ് NO plus ആയിട്ട് മാറും. And NO plus is actually NO plus, which is acting as a ligand towards many of these metals. ഇങ്ങനത്തെ കോംപ്ലക്സിലൊക്കെ NO plus ആണ് ലിഗാൻഡ് അറ്റാക്ക് ചെയ്യുന്നത്. ആ ഇലക്ട്രോണൊപ്പം ഇലക്ട്രോൺ ആദ്യം തന്നെ ക്രോമിയത്തിന് കൊടുക്കും. വേറെ കൊടുക്കാനില്ല. അപ്പോൾ ക്രോമിയം NO കൂടി ചേരുമ്പോഴേ the 4 electrons ഓരോ NOവും ഒരു ഇലക്ട്രോൺ ക്രോമിയത്തിന് കൊടുക്കുന്ന it is assumed like that, so that you can see that NO as such is acting as a 3 electron donor. അത് ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്. വിശദീകരിക്കണമെങ്കിൽ ഇതിനെ പറയേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ വളരെ വിശാലമായിട്ട് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിൽ ഈ NO എന്ന് പറഞ്ഞ മോളിക്യൂള് ഒരു ഇലക്ട്രോൺ ആദ്യമേ മെറ്റലിന് കൊടുത്ത് NO പ്ലസ് ആയി മാറി, then it will bind to the metal just as a carbon monoxide binds in carbon ions. That is a ligand to metal sigma bond and a metal to ligand pi bond and a very stable bond. And NO plus is actually a better pi acceptor than CO itself. Carbon monoxide നെക്കാളും നല്ല pi acceptor ആണ് NO plus എന്ന് പറഞ്ഞാൽ. NO plus is a very good pi acceptor. Okay. അപ്പോൾ NO കൊടുക്കുന്ന ഇലക്ട്രോൺ കൗണ്ട് എടുക്കുകയാണെങ്കിൽ you can see that this NO is acting as a 3 electron donor. 3 എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇമാജിൻ ചെയ്യാം. അപ്പോൾ എന്തായി മാറി? മെറ്റൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ദിസ് എ മെറ്റൽ ആൻഡ് ദിസ് ഈസ് NO. then NO will ആ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കാണിക്കാൻ പാടില്ല, ഞാൻ കാണിച്ചു വെറുതെ. ഈ ഒരു ഇലക്ട്രോണിനെ ഇരിക്കുന്ന പൈ സ്റ്റാർ ഓർബിറ്റിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ബോണ്ട് ഓർഡർ 2.5 വരും. ഈ ഇലക്ട്രോൺ ആദ്യം മെറ്റലിന് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായി മാറും? മെറ്റൽ നെഗറ്റീവ്ലി ചാർജിലാവും. എൻ്റെ NO പ്ലസ് ആയി മാറും. ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇപ്പോൾ ഇതിന്റെ ബോണ്ട് ഓർഡർ 3 ആയി. കാരണം ആന്റിബോണ്ടിങ് ഉള്ള ഇലക്ട്രോൺ പോയി കഴിഞ്ഞു, bond order 3 ആയി. And it is just like carbon monoxide, no difference at all. And you can see that it forms a bond with the metal like this ligand. And yes, pi back bonding also is there in this fashion. And altogether, yes, the NO species, NO molecule is acting as a 3 electron donor towards the metal. That's why we can see that in this formula, the carbon monoxide, if replaced by NO, 2 COs or 3 COs are replaced by 2 NOs. 3 CO molecules. 3 CO means 6 electrons. 3 CO പോയാൽ അവിടെ എന്തൊരു 2 NO മാത്രമേ വരൂ. നമുക്കറിയാം ഇതിന്റെ ഐസോഇലക്ട്രോണിക് ആയിട്ടുള്ള കാർബണൈൽ കോംപ്ലക്സ് CrCO6 ആണ്. CrCO6ൽ CRന്റെ 24 CO6ന്റെ 12 കൂടി 36 ഇലക്ട്രോൺസ് ഉണ്ട്. That is the electron effective atomic number of krypton. Or we can say chromiumത്തിന്റെ എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോണും D5S1 or D4S2 ഇതിന്റെ 12 ഇലക്ട്രോൺ കൂട്ടി എത്രയുണ്ട്? 18 ഇലക്ട്രോൺസ്. വെരി സ്റ്റേബിൾ 8 ഇലക്ട്രോൺ സ്പീഷീസ് ആണ് ഇത്. ഇതേപോലെ തന്നെയാണ് യാതൊരു വ്യത്യാസമില്ല. ഇവിടെ ക്രോമിയത്തിന്റെ 6 ഇലക്ട്രോണും 4 NOയുടെ 4 3 12 ഇലക്ട്രോൺ. 6 plus 12 again will be 18. So we can see that
each 3 molecules of carbon monoxide is substituted by 2 molecules of NO. Here we have 6 CO molecules, so there are only 4 NO molecules. Each NO is acting as a 3 electron donor. But iron carbon formula FeCO5 FeCO5 3 CO boy, but 2 CO bakilu 3 CO boys are the 3 vandirikkunathu 2 NO maatrame vanditullu. Got the point? So we can see that yes, this also will have an effective atomic number of 18 or effective atomic number of 36 or the valence electron count of 18. We can see iron in the D6s2 aya 8 4 12 6 18, isn't it? 4 2 carbon monoxide, 6 2 NO molecule. So each NO molecule is acting as a 3 electron donor, and in all mixed carbonyl nitrogens we can see that the carbon monoxide NO ratio is 1:1.5 or 2:3. That means 3 carbon monoxide molecules if substituted by NO, 2 NO will be there. One carbon monoxide ഒരിക്കലും substitute ചെയ്യപ്പെടുന്നില്ല NO ആയിട്ട്. അത് സാധ്യമല്ല, കാരണം ഇലക്ട്രോൺ കൗണ്ടിൽ വ്യത്യാസം വരും. ഒരു ഇലക്ട്രോണിന്റെ പ്രശ്നം വരുന്ന സ്ഥലത്ത് അത് പോസിബിൾ ആണ്, നമുക്കറിയാം. MnCO5 നമുക്കറിയാം. MnCO5 പ്രത്യേകത Mn2CO10 ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? MnCO5 ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ Mന്റെ 7 ഇലക്ട്രോണും ഇതിന്റെ 10 കൂടി 17 ഇലക്ട്രോണാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് അത് 18 ആവാൻ വേണ്ടി Mn ബോണ്ട് ഫോം ചെയ്ത് ഡൈമറൈസ് ചെയ്ത് 2 ഇങ്ങനത്തെ സ്പീഷീസ് ഒന്ന് ചേർന്നിട്ട് ഡൈമർ ആയിട്ട് Mn2CO10 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇതേ സാധനത്തിന് അപ്പൊ ഇത് പോസിബിൾ അല്ല. കാരണം എന്താണ്? ഒരു ഇലക്ട്രോൺ ആ ഒരു ഇലക്ട്രോണിന്റെ കുറവിന് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാം. MnCO4NO. That is a mononuclear complex is formed if one carbon monoxide is substituted by 1 NO. ഒരു ഇലക്ട്രോൺ കൗണ്ട് കൂടും. അപ്പോൾ എത്രയാണ്? 4 8 3 11 11 7 18 ആയി മാറും. ഇവിടെ 7, ഇവിടെ 8, ഇവിടെ 3, ഇവിടെ 7 10 17 ആവും. ശരിയാവാത്തതുകൊണ്ട് 18 ആവാൻ വേണ്ടി എന്ത് ചെയ്യും? ഡൈവേഴ്സ് ചെയ്യും. പക്ഷേ ഒരു മാഗ്നറ്റിക് ക്വസ്റ്റ്യന്റെ കാര്യം ഭംഗിയാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു CO മാറ്റി അവിടെ NO സ്റ്റേബിൾ മോളിക്യൂൾ MnCO4NO എന്ന മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ MnCO5 എന്ന മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്? ഒരു ഇലക്ട്രോണിന്റെ കുറവാണ്. അപ്പൊ അത് ഡൈമറായിട്ട് ആക്കി. മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാ സ്ഥലത്തും NO, എല്ലാ സ്ഥലത്തും ഈ ബോണ്ടിങ് ടൈപ്പില് NO is acting as a 3 electron donor. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ബോണ്ടിങ്, മോഡ് ഓഫ് ബോണ്ടിങ് NO ഉണ്ട്. അവിടെ NO സാധ്യത NO will take 1 electron from the metal. തിരിച്ചൊരു ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ എന്തായി മാറും? അപ്പോഴത് NO മൈനസ് ആയി മാറും. ശ്രദ്ധിക്കാം, NO പ്ലസിലെ ബോണ്ട് ഓർഡർ 2.5ലാണ്. NOയിലെ ബോണ്ട് ഓർഡർ 2.5 ആണ്. NO പ്ലസ് ആകുമ്പോൾ അത് 3 ആവും. കാരണം എന്താണ്? ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ, NOയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ഇരിക്കുന്നത് എവിടെയാണ്? പൈ സ്റ്റാർ ഓർബിറ്റിലാണ്. ഒരേ ഒരു ഇലക്ട്രോൺ. ഓക്കെ. Now if NO takes 1 electron and get converted into NO minus, we can say that the additional electron also goes into the anti-bonding orbital and the bond order decreases from 2.5 to 2. This 2 ആവും, ഇവിടെ 3 ആവും. മനസ്സിലാകുന്നുണ്ടോ? NO മൈനസിലെ 2.5 ലാണ്, NO പ്ലസിലെ അത് ബോണ്ട് ഓർഡർ 3 ആണ്. അപ്പൊ അങ്ങനെ ഒരു ബോണ്ടിങ് മോഡുണ്ട്. ഒരു ഇലക്ട്രോൺ മെറ്റൽ സ്വീകരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോഴേ അതിന് ശേഷം that acts as a ligand donating 2 electrons. അപ്പോൾ ആദ്യം ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുത്ത് 2 അങ്ങോട്ട് കൊടുത്താൽ നെറ്റ് ഇഫക്റ്റ് 1 ഇലക്ട്രോണേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ആക്ട്സ് ആസ് എ ഇഫക്റ്റീവ് 1 ഇലക്ട്രോൺ ഡോണർ ഇൻ ദാറ്റ്. ആ 2 ഫേഷനിൽ എന്നൊരു ബോണ്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നോട്ട് വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് 3 ഇലക്ട്രോൺ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്ന കേസിൽ, അത് NO പ്ലസ് ആയിട്ട് ബോണ്ട് ചെയ്യുന്ന കേസിൽ MnO will be linear unit, whereas if it acts as a 1 electron donor, if it is bonding as NO minus, then it will be a bent unit, because this nitrogen will have as an additional pair of electron, as that will be like this. ഇതിന്റെ റിപ്രഷൻ കൊണ്ട് ഈ MnO കൊണ്ട് MnO യൂണിറ്റ് ബെൻഡ് ആയി മാറും. അത് നമ്മൾ പഠിക്കുന്ന നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ NO can bind to a metal in 2 different fashion. In one fashion it will bind to the metal as NO plus, in another fashion it will bind to the metal as NO minus.
സമയം കളയിലാണ്, എന്നാൽ ശ്രദ്ധിക്കാം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോഴേ NO പ്ലസ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, NO പ്ലസിൽ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ effective 3 electron donor, because when it meets a metal ion, it will first donate 1 electron to the metal and get converted to NO plus. The metal atom will be reduced by 1 unit in the oxidation number. So M3 plus ആണെങ്കിൽ M2 plus ആവും, M ആണെങ്കിൽ M minus ആവും, M4 plus ആണെങ്കിൽ M3 plus ആവും, M3 plus ആണെങ്കിൽ 2 plus ആവും. ഒരു പോസിറ്റീവ് ചാർജ് കുറയും മെറ്റലിന്. കാരണം എന്താണ്? ഒരു ഇലക്ട്രോൺ മെറ്റലിന് കിട്ടുകയാണ്. എന്നോന്റെ ഒരു ഉദ്ദേശം എന്താണ്? ആ ഒരു ഇലക്ട്രോൺ എവിടെ ഇരിക്കുന്നത്? ദാറ്റ് ഇസ് ഇൻ ദി ആന്റിബോണ്ടിങ് ഓർബിറ്റൽ. ദാറ്റ് ഈസ് എ ഡീസ്റ്റെബിലൈസിംഗ് ഫാക്ടർ, ആൻഡ് ഇഫ് there is any chance it will try to lose that electron so that it is converted into NO plus. അപ്പോൾ മെറ്റലിൽ എപ്പോഴും ആഗ്രഹം എന്താണ്? കുറെ ഇലക്ട്രോൺസ് ഒരു ഇലക്ട്രോൺ ഒന്നിച്ച് മെറ്റൽ സ്വീകരിക്കും. അപ്പോൾ മെറ്റൽ എന്തായി മാറും? മെറ്റൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് NO will be converted NO plus. It will become more stable, it will become isoelectronic with a carbon monoxide, and it will bond to the reduced metal. അല്ല, അപ്പോൾ മെറ്റലിന്റെ ഒരു ഇലക്ട്രോൺ കിട്ടി. നേരത്തെ ഓക്സിജൻ സ്റ്റേറ്റ് ഒന്ന് കുറഞ്ഞ ആ അയോണുമായിട്ട് ഈ NO പ്ലസ് എന്ത് ചെയ്യും? NO പ്ലസ് എങ്ങനെയാണോ കാർബൺ മോണോക്സൈഡ് ബൈൻഡ് അതേപോലെ ബൈൻഡ് ചെയ്യും. സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ചേർന്ന എന്താണ് സിനർജിക്ക് ബോണ്ടിങ് ഒക്കെ നടന്നിട്ട് അത് സ്റ്റേബിൾ ആയ ഒരു കോംപ്ലക്സ് ആയി മാറും. ആൻഡ് ഇൻ ദിസ് ബോണ്ടിങ് NO effectively acts as a 3 electron donor. And NO is a sp2 hybridized, and we can see that it is having a linear NO unit is linear in this fashion. NO plus ആയിട്ട് ബോണ്ട് ചെയ്യുന്ന കേസിൽ MNO ലീനിയർ ആയിരിക്കും. അടുത്ത ഫാഷൻ എന്താണ്? വേറൊരു മോഡ് ഓഫ് ബോണ്ടിങ് ആണ്. NO will act as a donor in the form of NO minus. NO ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. NO പ്ലസ് ആയിട്ട് NO മൈനസ് ആകുമ്പോൾ എന്താണ്? അപ്പോഴും ഒരു ആ ലോൺ ഇലക്ട്രോണിനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കും. So that it is converted into NO minus and the electron gets paired. അപ്പോൾ ഒറ്റ ഇലക്ട്രോൺ pi star orbital അത് paired ആയിട്ടിരിക്കും. Okay, and since it is paired, it is somewhat stable, but the bond order decreases from as 2.5 to 2 in NO minus, and it is this NO minus which acts as a ligand. It is not isoelectronic with a carbon monoxide. It is different. NO minus is a 3 electron on a 16 electron species. 7 plus 8 plus 1 16 electrons in the NO plus a 40 electron species on. And since it has a additional pair of electron, it will be present in a orbital, and so that MNO unit will now be bent. ഇപ്പോൾ ഇത് sp2 നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആയി മാറും. മറ്റേത് sp ആണ്. ഇവിടെ sp ആണ്, ഇവിടെ sp2 ആണ്. And the pair of electron is present in the as one of the sp2 orbitals, and one is used for bonding with manganese and nitrogen, and the chance of back bonding is not there because it is a bent unit. Okay, അത് മനസ്സിലാക്കുക. അതിന് കുറേ എക്സാമ്പിൾസും പ്രിപ്പറേഷനും ഒക്കെ നമ്മൾ ആ നോട്ടിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടുനോക്കുന്നത് ഇതാ മനസ്സിലാവും. NO കോംപ്ലക്സസ്. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഹൈഡ്രജൻ കോംപ്ലക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിശാലമായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട്, ഇതൊന്നും അധികം ഡീറ്റെയിൽസ് ആയിരുന്നു വേണ്ട. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിളായ ലിഗൻഡാണ് ഹൈഡ്രജൻ. കാരണം ഹൈഡ്രജനിലാകെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് മാത്രം ബോണ്ടിങ് പെയർ ആണ്. കാരണം ഹൈഡ്രജൻ if it acts as a ligand, it should donate its bonding pair. നമ്മൾ വിത്തെടുത്ത് കുത്തെന്ന് പറഞ്ഞിട്ട് ഉള്ളത് അതേ ആകെ ഉള്ളൂ. അതെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെറ്റലുമായിട്ട് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമിലർ പാരലായിട്ട് കാണും. ഒളിഫീൻ നമ്മൾ സീസിയസ് സോൾട്ട് പോലെയൊക്കെ തോന്നുന്ന ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ്. ഓക്കെ, ഇതിന് ബാക്ക് ബോണ്ടിങ് കൊണ്ട് ഹൈഡ്രജന് എന്തറിയാം? മോളിക്കുലർ ഓർബിറ്റൽ വിത്തിലെടുത്ത് one has a sigma and sigma star orbital, and there are 2 electrons in the sigma orbital. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ sigma star orbital ഇവിടെ വേക്കന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ആന്റി ബോണ്ടിങ് ഓർബിറ്റലാണ്. ആ ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് മെറ്റലിന്റെ ഫീൽഡ് d ഇലക്ട്രോൺ ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് ബാക്ക് ബോണ്ടിങ് നടക്കും. ഇവിടെ ബോണ്ടിങ് ഓർബിറ്റിൽ ഇലക്ട്രോൺസ് പോകുന്നു, ആന്റി ബോണ്ടിങ് ഓർബിറ്റിലേക്ക് വരുന്നു, ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്യുന്നു. Bond becomes weaker and weaker, and if the metal is a very good donor, extremely good donor, we can see that this amounts to as a
H മൈനസ് എന്നുള്ള 2 ലിഗൻഡ് ആയിട്ട് ആക്ട് ചെയ്യും മെറ്റല് ഇതുപോലെയായി മാറും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ പുറകോട്ട് പോയാൽ എന്നിട്ട് പഴയ ക്ലാസ് കണ്ടുനോക്കുകയോ അല്ലെങ്കിൽ പഴയ നോട്ട് വായിച്ചൊക്കെ ചെയ്ത് തന്നെ മനസ്സിലാവും ഈ രൂപത്തിലായി മാറും. അപ്പോൾ ഇവിടുത്തെ ഡൊണേഷൻ മെറ്റലിന്റെ ബാക്ക് ഡൊണേഷന്റെ കപ്പാസിറ്റി എന്തായാലും ശരി മെറ്റൽ ഹൈഡ്രജൻ ബോണ്ട് ഹൈഡ്രജൻ ബോണ്ട് വിൽക്കാം വീക്കർ ആൻഡ് വീക്കർ. ഇപ്പോൾ ഡിസ്റ്റൻസ് എച്ച് ബോണ്ട് ഡിസ്റ്റൻസ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കൂടി ഏറ്റവും എഫക്റ്റീവ് ബാക്ക് ബോണ്ടിങ് വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു 2 ഹൈഡ്രൈഡ് അയോൺസ് ബോണ്ടഡ് ടു ദ മെറ്റൽ. ഈ മെറ്റല് ഓരോ ഇലക്ട്രോൺ ശ്രദ്ധിക്കുക, മെറ്റൽ ഓരോ ഇലക്ട്രോൺ ഹൈഡ്രജന് കൊടുക്കുന്നു അങ്ങോട്ടേക്ക്. അപ്പൊ എന്താ പറയും ഓരോന്നും ഹൈഡ്രജൻ മോളിക്യൂൾ 2 ഹൈഡ്രജൻ ഉണ്ട്. ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോൺ 2 ഹൈഡ്രൈഡ് അയോണായി മാറും. ഈ ഹൈഡ്രൈഡ് അയോൺ ജസ്റ്റ് ആക്ട്സ് ആസ് എ ലിഗാൻഡ്. ഹൈഡ്രജൻ അയോൺ ഇസ് എ ഗുഡ് ലിഗാൻഡ് ആൻഡ് ഹൈഡ്രൈഡ് ക്യാൻ ഡൊണേറ്റ് ഇറ്റ്സ് ഇലക്ട്രോൺ ടു ദ മെറ്റൽ ലൈക്ക് ദിസ്. ഈ രൂപത്തിലെത്തും ഏകദേശം. ഇതിന്റെയും ഇടക്കായിരിക്കും എല്ലാ ഹൈഡ്രൈഡ് കോംപ്ലക്സും. Extreme case that can be considered as a hydride complex, and in the other case it can be considered as a hydrogen complex. Hydrogen complex hydride complex രണ്ടായിട്ട് ഒരു കേസിലല്ല കേട്ടോ. Depending on the basicity of the metal or back bonding capacity of the metal. എത്രത്തോളം back bonding പോസിബിൾ ആണ് അത്രത്തോളം ഈ ഡയറക്ഷനിലേക്ക് പോവുക. തീരെ back bonding capacity കുറവാണെങ്കിൽ അത് ഇതേപോലെ ഉണ്ടാവും. അതായത് ഹൈഡ്രജന്റെ ബോണ്ടിങ് ഓർബിറ്റിൽ ഇലക്ട്രോൺ സ്വീകരിക്കുകയും ഹൈഡ്രജൻ ആന്റി ബോണ്ടിങ് ഓർബിറ്റിലേക്ക് കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി ബാക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ റിയാക്ഷൻസും മറ്റതൊക്കെ റിയാക്ഷൻസും അധികം വേണ്ട. അതിന്റെ ബോണ്ടിങ് പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് വിശദീകരിക്കുന്നില്ല അധികം. ഓക്കെ, ഇത് രണ്ടും നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ട് മൂന്നാമത്തെ കേസിലേക്ക് വരുന്നത് കാർബൺ മോണോസൾഫൈഡ് കോംപ്ലക്സ്. നമ്മൾ കാർബൺ മോണോക്സൈഡ് കോംപ്ലക്സ് കണ്ടിട്ടുണ്ട്, വളരെ ചെറിയ വ്യത്യാസം. CS കോംപ്ലക്സ്. പിന്നെയുള്ളത് ആൽക്കൈൽ ഐസോസൈനൈഡ് കോംപ്ലക്സസും ഫോസ്ഫീൻ. ഇതിലും നമുക്ക് പുതുതായിട്ട് കാണാനുള്ളത്. So we can see that carbon monosulfide CS is electronically very similar to carbon monoxide, and these complexes are sometimes called they are called thiocarbonyl complexes, or simply thiocarbonyls. Carbonyls and thiocarbonyls. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു മോളിക്യൂളിൽ നിന്ന് ഓക്സിജനെ റീപ്ലേസ് ചെയ്ത് സൾഫർ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് എന്തായത് അതിന്റെ പുറകില് ജസ്റ്റ് ആഡ് തയോ ഈതർ, തയോ സൾഫേറ്റ് അല്ലെ, തയോ ആൽക്കഹോൾ എന്ന് പറയുന്ന പോലെ thiocarbonyl മെറ്റൽ CS കോംപ്ലക്സസ്. ഈ CS കോംപ്ലക്സിന് വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CS എന്നുള്ള മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, വളരെ വളരെ അൺസ്റ്റേബിൾ ആയ ഒരു മോളിക്യൂളാണ്. ഇറ്റ് എക്സ്ട്രീംലി അൺസ്റ്റേബിൾ. കാർബൺ മോണോക്സൈഡ് ഇസ് എ സ്റ്റേബിൾ മോളിക്യൂൾ, you know, but a carbon monosulfide does not exist under normal conditions. Normal conditions exist ചെയ്യുന്നില്ല. It is found somewhere in the outer space and also in the interstellar space. Interstellar spaces outer space ലൊക്കെ കുറച്ച് ട്രേസസ് കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടാക്കി എടുക്കുന്ന പ്രത്യേക കണ്ടീഷൻസിലൊക്കെ ഉണ്ടാക്കി എടുക്കണം. വെരി വെരി അൺസ്റ്റേബിൾ ആണ് കാർബൺ മോണോസൾഫൈഡ്. സ്ട്രക്ചർ ഏകദേശം കാർബൺ മോണോക്സൈഡ് പോലെ തന്നെയാണ്. ഇപ്പൊ CS-ന്റെ മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ്. CS complexes are there. A lot of CS complexes are there. There have been a lot of CS complexes prepared, which are known as thiocarbonyl complexes, which are electronically again similar to metal carbonyls. പക്ഷെ നമ്മുടെ മെറ്റൽ കാർബണൈൽസ് പോലെ ചെറുതൊരു കാർബൺസ് നമുക്കറിയാം. എന്താ കാർബണൈൽസ് ഉണ്ട്, പിന്നെ പോളിന്യൂക്ലിയർ കാർബണൈൽസ് ഉണ്ട്, കാർബണൈൽ ക്ലസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് കാർബണൈൽ കോംപ്ലക്സസ് ഉണ്ട്. പക്ഷെ അത്രത്തോളൊന്നും CS കോംപ്ലക്സസ് ഇല്ല. വളരെ അപൂർവമായിട്ട് കുറച്ച് CS കോംപ്ലക്സ് ഒക്കെ കാണാൻ പറ്റും. സ്റ്റെബിലിറ്റി ഒക്കെ പറയാൻ അത്ര മോശമൊന്നുമല്ല. പക്ഷെങ്കിൽ ഇതുപോലെ നമ്മുടെ MCO5 ഇപ്പൊ FeCO5 പോലെ FeCO5 പോലെ FeCS5 എന്നുള്ള ഒരു കോംപ്ലക്സ് അതൊന്നും സംഗതി ഇല്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? അപൂർവമായിട്ടുള്ള കോംപ്ലക്സ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ് വളരെ വളരെ റെയർ ആണ്. ഫൗണ്ട് ടു ബി അസോസിയേറ്റഡ് വിത്ത് മറ്റ് കുറെ ലിഗാൻഡ്സിന്റെ കൂടെ ഒരു CS ലിഗാൻഡ് ഒക്കെ ആക്കിയിരിക്കുന്ന കോംപ്ലക്സ് ആണ് കൂടുതലും കാണുന്നത്. പിന്നെ സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ് ഈസ് ഹാവിംഗ് എ ഗ്രേറ്റർ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ കൂടുതലാണ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈസൾഫൈഡ് ഡിപ്പെൻഡ് ചെയ്തിട്ട് സൾഫർ ഓർ ഓക്സിജൻ ഈസ് ദ നെഗറ്റീവ് എൻഡ് ഓഫ് ദി ഡൈപോൾ ആണോ? അല്ല, കാർബൺ ഇസ് ദ നെഗറ്റീവ് എൻഡ് ഓഫ് ദി ഡൈപോൾ ബിക്കോസ് ഇലക്ട്രോൺ കൂടുതൽ വരുന്നത് ഓക്സിജനിൽ നിന്നാണ്. പെട്ടെന്ന് ഓക്സിജൻ നെഗറ്റീവ് എൻഡായി തോന്നുമെങ്കിലും ഓക്സിജൻ കാരണം ഈ ബോണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ ബോണ്ടിങ് പെയർസ് 3 പേരുണ്ട്, അതിൽ കൂടുതൽ വരുന്ന ഓക്സിജന്റെ ഭാഗത്തുനിന്നായതുകൊണ്ട് തന്നെ ഓക്സിജൻ ഒരു നഷ്ടം, കാർബൺ ഒരു ലാഭമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എൻഡ് ഇപ്പോഴാണ് വരുന്നത്. അതിനെപ്പറ്റി അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ thiocarbonyl കോംപ്ലക്സസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത
it is thiocarbonyl CS is found to be CS as such it does not exist but CS complexes are there and CS is found to be a even better pi acceptor than carbon. Carbon monoxide is a very good pi acceptor and CS is better. Carbon monoxide is better than 2 pi acceptors CS NO1 NO plus NO CS carbon monoxide strong pi acceptors. Cyanide nitrogen carbon monoxide less effective pi acceptor. This slide water is Cn minus N2 CO CS N order pi accepting capacity this middle better CS better NO pi acceptors. For thiocarbonyl complexes can be prepared. There are methods carbon disulfide CS2 CS2 with substitute sulfur. You can see that CS carbon dioxide CS2 is a stable molecule. You can see CS molecule CSCl2 that is TiO-Cl2 is phosgene. This is a thiophosgene. Thiophosgene carbon disulfide ആണ് ഈ പറഞ്ഞ കോംപ്ലക്സസിന്റെ പ്രിപ്പറേഷനിൽ കൂടുതൽ. ആദ്യമായിട്ട് ഉണ്ടാക്കിയത് റോഡിയം കോംപ്ലക്സ് ആണ് RH Cl നമുക്ക് പരിചയമുള്ള കോംപ്ലക്സ് ആണ് plus carbon disulfide plus free triphenyl phosphate in methanol. Thiocarbonyl complex preparation method. Rhodium complex was prepared, and we can see that in this one triphenyl phosphate was substituted with the carbon disulfide with one sulfur from this carbon dioxide being extracted by triphenyl phosphate. Triphenyl phosphate PPH3 can add oxygen to form triphenyl phosphine oxide. PH3PO. So the PH3P phenyl group in PH3PO triphenyl phosphine oxide. അതേപോലെ സൾഫർ റിയാക്ട് ചെയ്താൽ ട്രൈഫിനൈൽ ഫോസ്ഫീൻ സൾഫർ ഉണ്ടാവും. ഈ രൂപത്തിലാണ്. അപ്പോൾ ഇയാളുടെ റോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൾഫറിനെ എടുത്തുകൊണ്ട് പോകുന്നുള്ളത്. സോ വാട്ട് ഈസ് എ പ്രോഡക്റ്റ് ഫോർ വി ക്യാൻ സീ ദാറ്റ് RHCl PPH3 twice പ്ലസ് ചെറുതല്ല ആ സ്ഥാനം CS. ഈ PPH സ്ഥാനത്ത് ഒരു CS വരും. അവിടെ ലെസ്സിന ഇയാൾ എടുത്തുകൊണ്ട് PH3PO. ഒരു PPH3 പോയിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ PPH ചേർത്താൽ മാത്രമേ റിലേഷൻ വരും. ഇവിടുന്ന് പോകുന്ന PPH3ക്ക് ഈ സൾഫർ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഉണ്ടായിരിക്കാം ആഡഡ് എക്സ്ട്രാ. അപ്പോൾ ട്രൈഫിനൈൽ ഫോസ്ഫേറ്റ് കോംപ്ലക്സ് ആണ്. നിങ്ങൾ അതിനോട് എക്സ്ട്രാ ട്രൈഫിനൈൽ ഫോസ്ഫേറ്റ് കൂടി ചേർത്തിട്ടാണ് കാർബൺ ഡൈസൾഫൈഡ് റിയാക്ട് ചെയ്യുന്നത് ഇൻ മെത്തനോൾ മീഡിയം. ആൻഡ് ദ റോൾ ഓഫ് ദിസ് ആഡഡ് PPH3 may be to extract one sulfur from CS2 so that CS2 is converted into CS because PH3PO അല്ല PH3PS sorry PH3PS. മറ്റേ വളം നമുക്ക് ഇവിടെ ഇങ്ങനെ PPH3 എഴുതാം. ഒരു PPH3 ശരിക്കും ഇത് ഏതാണ്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അങ്ങനെ റിയാക്ഷൻ നടക്കൂല. You have to add a additional triphenyl phosphate to this reaction which then the role of this triphenyl phosphate is to extract one sulfur from carbon disulfide so it is converted into carbon monosulfide or thiocarbon monoxide. എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ thiocarbon complex is formed like this. ഇതൊരു മെത്തേഡ്. ഒറിജിനൽ ആയിട്ട് ആദ്യമായിട്ട് thiocarbon ഉണ്ടാക്കിയ മെത്തേഡ് ഇതാണ്. 1974 or something like this complex was prepared. Thiocarbon. അപ്പോൾ ഇതൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആയിട്ട് എടുക്കാം. ഇതേപോലത്തെ വേറെ ഇതേ സിമിലർ ഇറഡിയത്തിൻ്റെ ഒരു കോംപ്ലക്സ് IR